സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ
സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വേളുപ്പിച്ച കൂട്ടരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്ക രുധിരത്തിൻ ശക്തിയാലേ. തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ. കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാത്തിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. യോഗത്തിൽ അതിയായ ദുഃഖവും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആദരവും ആശംസിക്കുന്നു. എപ്പോഴെല്ലാം ഏറെ സ്നേഹത്തോടെ സംസാരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന തോമസ് അച്ഛൻ്റെ ഈ യോഗം
കുടുംബത്തിലെ എല്ലാവർക്കും എന്നതുപോലെ സാധുക്കളായ നമുക്ക് എല്ലാവർക്കും വേദനാജനകമാണ്. ജീവിതകാലത്ത് നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഭദ്രാന്റെ സന്നിധിയിൽ ഓർക്കുന്നു. അശ്വാസങ്ങളിലൂടെ അനുസരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഭദ്രാന്റെ പക്കൽ കണക്കിലെടുക്കുമാറാകട്ടെ. സ്വർഗീയ പ്രവേശനത്തിന് വിശ്വാസത്തിന്റെ നന്മകളും അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിനായി മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. വിളിക്കുകയും സങ്കടപ്പെടുന്നവർക്ക് ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞാൻ പ്രകീർത്തിക്കും. മഹിളാടന്തിമവിധിനാളിൽ കർത്താവേ അണയുമ്പോൾ കരുണയുടെ നിറുക്കണമേ. നല്ലവരത്തു വലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അത് താൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃഗനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. ഹൃദയാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാഥം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായേ മൃഗനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുമേ തെളിവായ എന്നുടെ നാഥാ നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞൊലിയുന്നു. അസ്ഥിരമല്ലോ ഫലവുമതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാനിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഫലവുമതിലേ ജഡികാശകളും നീർപ്പാളകൾ പോൽ എല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷയുടെ വാഗ്ദാനത്തിലാകുന്നു. ഹിലിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാകാൻ
കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയ നിന്റെ ദാസൻ തോമസിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ യാഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. ബുദ്ധിമതികൾ കന്യകകൾ ചെയ്തതുപോലെ സ്നേഹത്തിൻ എണ്ണ പകരാൻ വിളക്കുകളിൽ പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ
നിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ലാസറിൻ സോദരിയായ മറിയത്തെ പോൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തർഹത നേടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ കണ്ണു നിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ചിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ചിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ കരുതി വയ്ക്കാം ബുദ്ധിപൂർവം ധനമേറയും സ്നേഹമോടെ സഹജർക്കായി പങ്കുവച്ചിടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ കണ്ണു നിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. വിധവയോ തൻ കൊച്ചു കാശു നൽകിയ പോലെ ത്യാഗപൂർവം നൽകി
തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണു നിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കണം. കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം കരുണയോടെ നടക്കണമേ നല്ലവരത്തോലമ്പാതേ ആകാശമീ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായ ആനന്ദിക്കും കർത്താവിൽ സാണിതവും ദിവശരീരവും അറിവാടെ കണ്ടാരാനൻ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാവിന് ശ്രീ മാവാപുത്രൻ ൃഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിന്റെ കണ്ണ ഞങ്ങൾ അനുഗമിക്കുകയും നിരതിയാലേക്ക് ഞങ്ങളുടെ ഭാവങ്ങൾ വായിക്കുകയും ചെയ്യുമാറാകമാനീയമായതിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുവാനാകട്ടെ. ഇവന്റെയും വന്നതിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനാഥ പ്രതരെല്ലാരും പിന്നെ വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങ കാകളനാഥവും പൂജിതമല്ല. ഞാൻ വിളിക്കുന്നു ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാവമോചനം നിന്റെ മക്കളിൽ നിന്നാകുന്നുവല്ലോ.
ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷയുടെ വാഗ്ദാനത്തിലാകുന്നു. പേടിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ദൈവവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. സമുദ്രത്തിലെ നിന്റെ കൃപയെ എന്റെ ഗോത്രത്തിൽ വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായിൽ അത്രയും സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സന്യസ്തരെയും മൈക്കോ എന്ന കൊല്ലപ്പള്ളി കുടുംബാംഗങ്ങളെയും തോമസാറിന്റെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, സ്വർഗം തുറക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട പിതാവിനെ തിരുസഭയുടെ നാമത്തിൽ തിരുത്തരമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന മഞ്ചരികൾ ഉരുവിട്ടുകൊണ്ട് മാലാഖമാരുടെ നാട്ടിലേക്ക് സ്വർഗസ്ഥനായ പിതാവിന്റെ നാട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട തോമസാറിനെ യാത്ര അയക്കാം. ദൈവം കനിഞ്ഞ് തോമസാറിനെ സ്വർഗരാജ്യത്തിന് ഇടയാക്കണമേ എന്ന് നവത്യാഗമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അനുസരിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി കരുതീരനെ ആശ്രദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വാതന്ത്ര്യങ്ങളുടെയും ഭരണസത്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രസ്ത്രീകൾ ആശ്രദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സമാധാനവും പ്രത്യാശയെപ്പോഴും നയിക്കാം. ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാന്തത്തെ പുകട്ടുകയും മകരീയമായ പ്രീതത്തിന്റെ ഗുണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും വെള്ളത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കാം. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങളെത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊണ്ടുന്നു. ആർക്ക് വേണ്ടിയാണെന്ന് അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മണ്ണൽ തയ്യാറാക്കുകയും
ദയാനിക്കത്താൽ ഏർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. പ്രബലാം മിശിഹാ കർത്താവേ, കടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരവിന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമതിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേനോ. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യനമധ്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മധ്യതയേവം സകലേശം ഇതരാം നൂതനമാക്കുന്നു. പരിശുദ്ധാത്മാവിനും ശ്രീ പ്രബലാം മിശിഹാ കർത്താവേ, പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അതിലേശം. ആദിമുതൽ എന്നേക്കുവാമേ. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സും പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരിയും ലേഖനം, എന്റെ സഹോദരിയും മറ്റവരെ കുറിച്ച് പ്രത്യാശില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യന്റെ നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഈശോയും മറ്റവരെയും അവരോടുകൂടെ ഓർപ്പിക്കും. നമ്മുടെ കർത്താവാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മറ്റൊടുക്കും കിടക്കിൽ നിന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാനവരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗം നിന്നും വരും. നിശ്ചയം മരിച്ചവരാട്ട് ഉയർത്തലിലേക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ വിജയത്തിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. ആയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും രക്ഷകനായ ദൈവമേ, രാമനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരാം.
ഈശോയിൽ എത്രയും ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സന്യസ്തരെ, മഴക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട അമ്മച്ചി മക്കളായ ജയചേതൻ ഗജാരൻ പോയി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ചേച്ചി, പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനവിതരണത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖ വ്യക്തിത്വങ്ങൾ, ദീർഘകാലത്ത് 87 വർഷത്തിൽ ഈ ലോകത്തിലെ സുന്ദരമായ ജീവിതത്തിന് ശേഷം തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നിർവഹിച്ച് പിന്നീട് സ്വസ്ഥമായിട്ട് ജീവിക്കുവാനും സ്വസ്ഥമായിട്ട് ഭവനത്തിലായിരിക്കുവാനുമൊക്കെ ഭാഗ്യം ലഭിച്ചു. ദൈവാനുഗ്രഹം ആവോളം ആസ്വദിച്ച നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാറിന് അന്ത്യോപചാരം അർപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൈവം നൽകിയ ടാലന്റും അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. നല്ല ഒരു അധ്യാപകനായി ജീവിച്ച് ആയിരങ്ങളെ അക്ഷരലോകത്തെ കൈപിടിച്ച് നടത്തി. അധ്യാപകരുടെ കൂട്ടായ്മകൾ പ്രമുഖനായി നിന്നുകൊണ്ട് മാതൃകാപരമായ നല്ല അധ്യാപകനായി കോട്ടയം അതിരൂപതയിലെ വിവിധ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും നമ്മുടെ കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർഡാകുകയും ചെയ്തു. വിശ്രമ ജീവിതം നയിച്ചു പോന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാറിന് അന്ത്യാവതാരം അർപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് ഈ കുടുംബാംഗങ്ങളും നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. കൂടിക്കോൾ സെന്റ് മാർത്താസ് UP സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഞാനും അവിടെ പഠിച്ച കാലത്ത് എന്റെയും അധ്യാപകനായിട്ട് 3 വർഷക്കാലം ആയിരുന്ന തോമസ് സാറിനെ പഴയ ഓർമ്മകളുമായിട്ടാണ് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ തോമസ് സാറിനെ ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം എനിക്കും കാണുവാനായിട്ട് സാധിച്ചത്. പഠിക്കുവാനുള്ള താല്പര്യവും ഒരു അധ്യാപകനാകണം എന്നുള്ള ആ ചിന്തയുമൊക്കെ ഇന്നല്ല അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ വളരെ കാത്തുദർശിയായ ഒരു അധ്യാപകനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാറെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും തോമസ് സാറിന്റെ മാതാപിതാക്കളും വളരെ കരുതലോടുകൂടി തന്റെ മകനെ വളർച്ചി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് ഈ അധ്യാപനത്തിലേക്ക് കടന്നുവരുവാൻ അന്നത്തെ കാലത്ത് സാധിച്ചില്ലെങ്കിൽ അവരുടെയും ദീർഘവീക്ഷണവും പൂർണ്ണ ബുദ്ധിയും നമുക്ക് ഇന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. തന്നെപ്പോലെ തന്നെ വളരണമെന്നും ആഗ്രഹിക്കുകയും ഉന്നതമായ വിദ്യാഭ്യാസം നൽകുവാൻ അതിന് കാരണമാവുകയും ചെയ്തതിനൊക്കെ ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ദീർഘായുസോടുകൂടി ഈ ഭൂമിയിൽ ആയിരിക്കുവാനും എല്ലാവരോടും നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലും ആയിരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. നല്ല ഓർമ്മശക്തി ഇക്കാലത്തെയും സൂക്ഷിക്കുവാനും എന്നാൽ നമുക്കറിയാം 2 മാസത്തോളമായുള്ള ശാരീരികമായ അസ്വാസ്ഥ്യവും അല്പം ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടായിട്ട് എങ്കിലും അതുവരെ തന്റേതായ മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുകയും തന്റെ കാഴ്ചപ്പാടനുസരിച്ച് മക്കളെ വളർത്തുകയും മക്കളെ നേരായവണ്ണം വളർത്തി ഒഴിവാക്കി ഓരോരോ സ്ഥാനങ്ങളിൽ എത്തിക്കുവാനായിട്ട് സാധിച്ചു. ഇതൊക്കെ തമാശയായിട്ട് പറയുന്നെങ്കിലും തീർച്ചയായിട്ടും അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. തന്റെ മകൻ ഇടമലവാദത്തിന് കൈക്കാരനായി സേവനം ചെയ്യുമ്പോൾ നമുക്കെല്ലാവരും വഴിയാകുന്നത് വളരെ വളരെ സുഷ്കാന്തോടുകൂടിയ പള്ളിക്കാരെല്ലാം
വളരെ മനസ്സിലാകത്തോടെ നോക്കി കണ്ട് ചെയ്യും. വൈദ്യുതോടും വഴിയോടുമൊക്കെ വളരെയേറെ ആത്മാർത്ഥതയും സ്നേഹവും വിശ്വസ്തതയും പുലർന്ന ഒരു മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനും അഭിമാനമുണ്ട്. തന്റെ ഈ ഔദ്യോഗിക കാലഘട്ടങ്ങളിൽ തന്റെ പിതാവിനെ യാത്ര അയക്കുക എന്നത് തീർച്ചയായിട്ടും ഇതൊരു ദൈവാനുഗ്രഹം തന്നെ. ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നോക്കുന്നവർക്ക് എല്ലാം വളരെ മനോഹരമായി ഭരിക്കും. വിശ്വാസത്തിന് വ്യതിചലിക്കാതെ യേശുവിനോട് ക്രമമില്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിനൊക്കെ അല്പം ഇങ്ങനെ പോകണോ എന്നൊക്കെ ചിന്തകൾ കടന്നു വരുമ്പോൾ അത് അനിവാര്യമാണ്. കർത്താവിനെ ഒന്നിപ്പിക്കുകയും ചെയ്തപ്പോൾ വളരെയേറെ അഭിമാനം ഞങ്ങൾ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്കും കർത്താവ് തോന്നിയൊക്കെ അനുഭവപ്പെട്ടു. തീർച്ചയായിട്ടും ആ ഒരു ചിന്തകളുമൊക്കെ ഇവിടെ പങ്കുവെക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, യേശുവിനോട് ചേർന്ന് നിൽക്കുക, ഇടമരാമാലയത്തോടെ ചേർന്ന് നിൽക്കുക, വൈദികരോട് കൂട്ടും ദൂരം സന്തോഷവും അഭിമാനമായി നിലകൊണ്ടുകൊണ്ട് നടത്തിക്കൊണ്ടുപോവുക എന്നും ശ്രേഷ്ഠമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ തന്റെ ജീവിതത്തിൽ കടന്നുകൊണ്ടുള്ള തെറ്റുകൾക്കും കുറവുകൾക്കും പോരായ്മകൾക്കും ദൈവത്തോട് മാപ്പപേക്ഷിക്കുവാനും ഈശോയുടെ തിരികെത്താൽ കഴിഞ്ഞ് വിശുദ്ധീകരിച്ച് വെളിപ്പാക്കപ്പെട്ട നല്ല ഹൃദയത്തിന്റെ നല്ല ആത്മാവിന്റെ സന്ദർശനം പറയുന്നത് പോലെ എന്റെ അനുവാദം കൂടാതെ ദൈവം എനിക്ക് ഒരു ആത്മാവിനെ നൽകി. എന്നാൽ എന്റെ അനുവാദം കൂടാതെ ദൈവം എന്റെ ആത്മാവിനെ രക്ഷിക്കുകയില്ല. തോമാസാറിന്റെ ആത്മാവിനെ തോമാസാറിന്റെ അനുവാദത്തോടുകൂടി ദൈവം രക്ഷിച്ച് കാത്തു പരിപാലിച്ച് ഈശോയുടെ വിളിക്കത്താൽ വിശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്ത് എന്നും മാലാകമാരുടെ നാട്ടിൽ ഐക്യമാരുടെ നൽകി അനുഗ്രഹിക്കണമെന്നും ഇനിയുള്ള ശുദ്ധജീവിതം മറുശബ്ദാവിനോട് ചേർന്നായിരിക്കട്ടെ എന്ന് ആശ്രയിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പ്രിയപ്പെട്ട തോമസ് സാറിന് സ്വർഗത്തിൽ ഇവിടെ കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും കൊടുക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ നമ്മുടെ തിരുവേല കുടുംബത്തിന്റെയും സിസ്റ്റേഴ്സിന്റെയും രാഷ്ട്രീയ പ്രമുഖ നേതാക്കന്മാരും വൈസ് പ്രസിഡന്റ് അംഗങ്ങളും എല്ലാവരുടെയും നാമത്തിൽ നിങ്ങളോട് അനുശോചനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമാശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും മനോഭാവത്തോടും ഭക്തിയോടും കിടന്ന് കർത്താവേ ആത്മാവോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ സഭയെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെട്ട ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൽ പ്രമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വമേറെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർച്ചിന്റെ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും നിങ്ങളുടെ പാവങ്ങൾ വായിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മകനീയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സുന്ദരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമരുന്നാർത്തുകമർത്യാമി കൂടെ പാരുന്നിൽ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമരുന്നാർത്തുകമർത്യാമി കൂടെ പാരുന്നിൽ ജീവിത ചെയ്തികളും
കഴുകമർത്യാനീ എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകരമരണത്തിൽ കാലടികൾ പോയാൽ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സ്ഥലമലട്ടുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വ്യക്തിത്വ വാഗ്ദാനം ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ
സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നു. Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. ചെയ്യുമ്പോൾ പ്രാർത്ഥനയാൽ വിശികാരോടെ നടത്തുമാറാകട്ടെ. ജീവന്റെ
ദിവസം നിന്റെ വലത്തെ ഭാഗം നിർത്തുവാനാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാസികൾ അത്യന്തനായ ദൈവത്തിനെ ആശ്രയത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ വളർന്നുവെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, ഞാൻ പ്രയത്നിക്കും മകനയുടെ അന്തിമവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിൽക്കണമേ, നല്ലവരത്തു മനംഭാഗേ. Oh,
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി
വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ.